ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജയ്. എല്ലാവർക്കും ടെക്കോണർ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു DB സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഒരു ഇൻഡസ്ട്രിയൽ DB സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ DB എന്ന് പറയാൻ കാര്യം, ഇൻഡസ്ട്രിയൽ DBയിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. പക്ഷെ ഡൊമസ്റ്റിക് DBയിൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാൻ പാടില്ല എന്നല്ല, ഡൊമസ്റ്റിക് DBയിൽ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ല കാര്യം എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചില്ല എങ്കിലും അത്രമാത്രം ഒരു വിപരീത ഫലമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ഇൻഡസ്ട്രിയൽ DBയിൽ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ഉടനെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ നമ്മുടെ സാൻവ മൾട്ടിമീറ്ററിന്റെ ഗീവയുടെ 4ാമത്തെ ചോദ്യവും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത ഒരു DBയുടെ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് DB സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഫെറൂളിംഗ് എന്ന് പറയുന്നത്, പിന്നെ DB ഷെഡ്യൂളിങ്, പിന്നെ ഡബിൾ എർത്തിങ് എന്നിങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഈ DBയുടെ കണക്ഷൻ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഈ DBയുടെ കണക്ഷൻ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഇൻകമിങ് വരുന്നു, ഇൻകമിങ് വയർ വന്നിട്ട് നമ്മുടെ MCBയുടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. MCBയുടെ അപ്പുറത്തെ ഔട്ട്പുട്ട് പോയിന്റിൽ നിന്ന് നമ്മൾ RCCBയുടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മൾ MCBയും ഉപയോഗിച്ചിട്ടുണ്ട്, RCCBയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് രണ്ടും നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം MCB എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് പ്രൊട്ടക്ഷൻ തരുന്നു. അതേസമയം നമ്മുടെ RCCB എന്ന് പറയുന്നത് ഒരു എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. അപ്പോൾ ഇത് രണ്ട് പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റത്തില് ഈ 3 പ്രൊട്ടക്ഷൻ, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡും എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ RCCBയും MCBയും ഒരുപോലെ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ MCB എന്താണെന്നും RCCB എന്താണെന്നും ഇത് തുറന്നും ഒക്കെ കാട്ടിക്കൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ അതിലൂടെ കയറി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കണക്ഷനിലേക്ക് വന്നാൽ നമ്മൾ ഇൻകമിങ് വന്നു, MCBയിൽ വന്നു, MCBയുടെ ഔട്ട്പുട്ട് RCCB കൊടുത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, RCCBയുടെ മേളിൽ നമ്മൾ കൊടുത്തില്ല, RCCBയുടെ താഴെയാണ് കൊടുത്തത്. അപ്പൊ അതിനും ഒരു കാരണമുണ്ട്. നമുക്ക് RCCBയുടെ മേളിൽ കൊടുത്താലും ഇത് വർക്കൊക്കെ ചെയ്യും, ഒരു പ്രശ്നമില്ല. തലയിഞ്ഞ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് RCCB പ്രവർത്തിക്കാതിരിക്കുകയൊന്നുമില്ല. പക്ഷെ എങ്കിലും നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് എന്ന രീതിയിലും അതുപോലെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ താഴെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മെയിൻ പവർ താഴെ വന്ന് നിൽക്കുകയും പിന്നെ നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മേളത്തെ പോയിന്റിലേക്ക് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നുള്ളൂ, പവർ എത്തുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മെക്കാനിക്കൽ ഡിസൈനും നമ്മുടെ ഇലക്ട്രിക്കൽ വയറിങ്ങും ഒരുപോലെ മാച്ച് ആയിട്ടിരിക്കും. അതേസമയം നമ്മൾ തിരിച്ചാണ് ഇപ്പം കൊടുത്തതെങ്കിൽ മേളിൽ നമ്മൾ ഇൻപുട്ടും കൊടുത്ത് താഴെ നമ്മൾ ഔട്ട്പുട്ട് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്വിച്ച് തലരിഞ്ഞിരിക്കുകയും നമ്മുടെ ഇലക്ട്രിക്കൽ പവർ വന്ന് നിൽക്കുന്നത് തലരിഞ്ഞു പോകും. അപ്പോൾ അതൊരു വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന രീതിയിലാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം RCCBയുടെ തുറന്ന് കാട്ടിയിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്, ഒരു RCCBയുടെ ഉള്ളിലെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരുമിച്ച് ഈ നമ്മുടെ ഒരു ട്രിപ്പിംഗ് മെക്കാനിസം എല്ലാം കൂടെ ചേർന്ന ഒരു വലിയൊരു ഭാഗം ഒരു സൈഡിലും നമ്മുടെ ബാക്കി ഒരു ടെർമിനൽ മാത്രം മറ്റേ സൈഡിലും. അപ്പൊ താഴെ നമ്മുടെ ഔട്ട്പുട്ട് ടെർമിനൽ മാത്രമാണെങ്കിൽ മേളിൽ ഒരു ട്രിപ്പിംഗ് മെക്കാനിസം മൊത്തം കൂടെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പവറുകളെല്ലാം അനാവശ്യമായിട്ട് നമ്മുടെ ട്രിപ്പിംഗ് മെക്കാനിസം എല്ലാം കയറി വന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ ഓൺ ആക്കുമ്പോൾ മാത്രം നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരുന്ന രീതിയിലായിരിക്കും. പക്ഷെ അതേസമയം ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ഇൻപുട്ടിൽ മാത്രം വന്ന് കിടക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ആണെങ്കിൽ മാത്രം നമ്മുടെ ട്രിപ്പിംഗ് മെക്കാനിസത്തിലേക്കൊക്കെ കയറി പവർ കയറി പോകുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ MCB ഇൻപുട്ട് വന്നു, അതിനുശേഷം RCCBയിൽ വന്നു. RCCBയുടെ ഔട്ട്പുട്ട് നമുക്ക് നോക്കിയാൽ കാണാം, ഓരോ ഫേസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് R ഫേസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് R ഫേസുകളുടെ MCBയിൽ കൊണ്ടുപോയി, Y ഫേസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് Y ഫേസുകളുടെ MCBയിൽ കൊണ്ടുപോയി, B ഫേസ് സെപ്പറേറ്റ് ആയിട്ട് B ഫേസുകളുടെ MCBയിൽ കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഈ DB കാണാൻ സാധിക്കുന്നുണ്ട്, ഭംഗിയായിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രസ്സിങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാവും, Rന്റെ സെപ്പറേറ്റ് ആയിട്ട് കേബിൾസ് എല്ലാം എടുത്ത് അത് ടൈ അടിച്ച് Rന്റെ എല്ലാം കൊടുത്തേക്കുന്നു, Yയുടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത്. അപ്പൊ ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ്. അപ്പോൾ നിങ്ങളും ഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇത് കൊടുത്തു, നമ്മുടെ പവർ മെയിൻ ഫേസ് വന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ന്യൂട്രലും എർത്തും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഈ DBക്കുള്ളിൽ 2 ന്യൂട്രൽ ലിങ്കും ഉണ്ട്, 2 എർത്ത് ലിങ്കും ഉണ്ട്.
ന്യൂട്രൽ ലിങ്ക് നമുക്ക് കാണാം, എർത്ത് ലിങ്ക് നമുക്ക് കാണാം. ഇനി ഇത് ഒരുപാട് സർക്യൂട്ട്സ് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ന്യൂട്രൽ ലിങ്കും ഒരു എർത്ത് ലിങ്കും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഓരോ ന്യൂട്രലിന്റെ നമ്മൾ കോമൺ ലിങ്കിലേക്ക് കൊടുത്ത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ DBയുടെ കണക്ഷനുകൾ നമ്മൾ നോക്കി. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫെറൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ DBയിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ LDB R1 LDB R2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫെറൂളിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റലേഷൻ സമയത്ത് അല്ലെങ്കിൽ വയറിംഗ് ആദ്യം ചെയ്യുന്ന സമയത്ത് ഈ ഫെറൂളിംഗിന്റെ ഉപയോഗം നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ഒരു മെയിൻ്റനൻസ് പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോഴാണ് ഈ ഫെറൂളിംഗ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ചെറിയൊരു നമ്പറിംഗ് ആണ്, ടാഗിങ് ആണ്, പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു മെയിൻ്റനൻസ് പോയിന്റ് കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഇത് ഇല്ല എങ്കിൽ അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഫെറൂളിംഗ് എന്ന് പറയുന്നത്. അത് ഇതിലൂടെ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിലോ ഒരു മാളിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോകേണ്ടടുത്ത് പോയിട്ട് തിരിച്ചു വരാനുള്ള വഴി നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് അവിടുത്തെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം, മെയിൻ പാനലിൽ നിന്ന് ഒരു DB കാണും, ആ DBയിൽ നിന്ന് വേറൊരു DBയിലായിരിക്കും, അവിടുന്ന് പിന്നെ ഓരോ റൂമിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ വയറിംഗ് പോയേക്കുന്നത് അന്ന് അവർ ഡിസൈൻ ചെയ്ത രീതിയിലായിരിക്കും. അതൊരു സ്റ്റാൻഡേർഡ്, എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല, അവരുടെ അന്നത്തെ യുക്തി അനുസരിച്ച് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിൽ നമുക്കൊരു ഫോൾട്ട് വന്നു, ഒരു റൂമിലേക്ക് ലൈറ്റ് ഒന്നും വരുന്നില്ല എങ്കിൽ നമ്മൾ ഇന്ന് മെയിൻ പാനൽ തുറന്ന് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിലെ DB തുറന്നിട്ട് നമ്മളിങ്ങനെ നോക്കി അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുകയുള്ളൂ. അതിൽ ഒരു ഫെറൂൾ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ടെക്നിക്കലി ഇമ്പോസിബിൾ തന്നെയാണ് ഈ വയർ എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കാൻ. നമുക്ക് അതിന് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. അതേസമയം ആ ഒരു DB തുറന്നു കഴിയുമ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ഫെറൂളിങ്ങും DB ഷെഡ്യൂളിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് മനസ്സിലാക്കാം ഈ വയർ പോകുന്നത് ആ റൂമിലാണ്, ആ റൂമിലെ ഇന്ന സ്വിച്ചിലാണ്. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് എവിടെയാണ് ഇഷ്യൂസ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പമാണ്. ഇത് DBയുടെ കേസിൽ മാത്രമല്ല, ഒരു കൺട്രോൾ പാനലും നമ്മൾ ഫീൽഡ് വയറിംഗ് ഒക്കെ ചെയ്യുന്ന കേസിലും ഈ ഫെറൂളിംഗ് വളരെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. പാനലിലാണെങ്കിൽ തന്നെ നമ്മളൊരു കൺട്രോൾ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിലേ വയറിങ്ങുകളും ഒക്കെ കാണും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു വയർ ട്രേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നമ്മൾ സഹായിക്കുന്ന മെയിൻ ഒരു ഘടകമാണ് ഫെറൂളിംഗ്. അപ്പോൾ ഫെറൂളിംഗ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ DBയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ LDB1 R1 LDB എന്ന് വെച്ചാൽ ഇത് ലൈറ്റിംഗ് DB ആയതുകൊണ്ടാണ്. പവർ DB ആണെങ്കിൽ നമ്മൾ PDB1 എന്ന് കൊടുക്കും. അപ്പോൾ ഇത് പോകുന്നത് ലൈറ്റിംഗ് ലോഡുകളിലേക്കാണ്. അപ്പോൾ ഇത് LDB1 R1 എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്ന വയർ ചെന്ന് അവസാനിക്കുന്നിടത്തും ഇതേ LDB1 R1 എന്ന ടാഗ് അവിടെയും ഫെറൂളിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഇതൊരു സ്വിച്ച് ബോക്സിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സ്വിച്ച് ബോക്സിൽ നമ്മൾ ഇതേ ടാഗിങ് തന്നെ കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഈ LDB1 R1 നമ്മൾ സ്വിച്ച് ബോക്സ് തുറന്ന് നോക്കി LDB1 R1 എഴുതുന്നതാണ് വരുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ DB തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ആ വയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വയർ തന്നെയാണ് അവിടെ അവസാനിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു വയർ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പത്തിൽ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫെറൂളിംഗ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ട കാര്യം കൂടിയാണ്. ഇനി DB ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന കാര്യം. DB ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് നമ്മളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കുകയാണ്, എന്നിട്ട് അത് നമ്മൾ DBയിൽ ഒട്ടിച്ചു വെക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ LDB1 R1 എന്ന വയർ എങ്ങോട്ട് പോകുന്നു, ഇപ്പൊ സ്വിച്ച് ബോക്സ് നമ്പർ 1 എന്ന് പോകുന്നു എന്നെങ്കിൽ അവിടെ സ്വിച്ച് ബോക്സ് നമ്പർ 1 എത്ര ലോഡുകൾ, എത്ര ലൈറ്റും ഫാനും അതിൽ കണക്റ്റഡ് ആണ്, ടോട്ടൽ ലോഡ് എത്രയാണ്, ഇത്രയൊക്കെ അടങ്ങുന്ന ഒരു ഷീറ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഷീറ്റ് നമ്മൾ ഒരു DBയിൽ ഉണ്ടാക്കിയിട്ട് അത് ആ DBയിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പുതുമയായിട്ട് ഇപ്പം ഇതൊക്കെ നമുക്കറിയാം, ഓരോ വയറിംഗ് ചെയ്യുന്നത് ഓരോ കമ്പനികളായിരിക്കും. അതിനുശേഷം അവര് സൈൻ ഓഫ് മേടിച്ചിട്ട് പോകും. പിന്നെ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരുമ്പോൾ അവിടുത്തെ മെയിൻ്റെനൻസ് ടീമിലെ ആൾക്കാരായിരിക്കും നോക്കുക. അപ്പോൾ ഇതൊന്നും ഇല്ല എങ്കിൽ ആ ആൾക്കൊരു ഊഹവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. ഇതൊക്കെ നമുക്ക് ചെയ്തു പോകാനായിരിക്കും നമുക്ക് തെറി വിളിക്കുന്നത്. അവരെന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിയിലായിരിക്കും അവിടെ ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഫെറൂളിങ്ങും DB ഷെഡ്യൂളിങ്ങും ഒക്കെ ചെയ്യണമെന്ന് പ്രത്യേകിച്ചും പറയുന്നത്. അപ്പോൾ DB ഷെഡ്യൂളിംഗ് ഉണ്ടെങ്കിൽ എന്താണ് എളുപ്പം, പുതിയതായിട്ട് ആദ്യമായിട്ട് ഒരാൾ വരുന്നു, ആൾ DB തുറന്നു നോക്കുന്നു. അപ്പോൾ അതിനകത്ത് ഫെറൂളിംഗ് ഉണ്ട്, LDB1 R1. ആ ഷെഡ്യൂളിൽ നോക്കി LDB1 R1 എവിടോട്ട് പോയിക്കുന്നു, സ്വിച്ച് ബോക്സ് നമ്പർ ഇന്ന ഇതിലേക്ക് പോയിരിക്കുന്നു എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ റൂം നമ്പർ ഇതിലേക്ക് പോയിരിക്കുന്നു എന്ന് ഷെഡ്യൂളിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ആ വ്യക്തിക്ക് നേരെ ആ റൂമിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇന്ന DBയിലേക്ക് പോയി ഈ വയർ അവിടെ പെട്ടെന്ന് തന്നെ ഈ വയറിൽ ഫെറൂൾ ഉള്ളതുകൊണ്ട് തന്നെ ആ DBക്കുള്ളിൽ നോക്കുമ്പോൾ തന്നെ അവിടെ LDB1 R1 എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ന വയർ തന്നെ അവിടെ വന്നിട്ടുണ്ട്.
അപ്പം ഈ വയർ ഇന്ന ലോഡിലേക്കാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഫെറൂളിങ്ങും DB ഷെഡ്യൂളിങ്ങും എല്ലാവരും ചെയ്യണമെന്ന് പറയാൻ ഉള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമായിരുന്നു ഫെറൂളിങ്, രണ്ടാമത്തെയാണ് DB ഷെഡ്യൂളിങ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡബിൾ എർത്തിങ് എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ്, സേഫ്റ്റി പാരാമീറ്ററിൽ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഡബിൾ എർത്തിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ DB എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഇവിടെ 2 എർത്തിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ എർത്ത് ലിങ്കിൽ നമ്മൾ ഒരു എർത്തിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ DBയുടെ ബോഡിയിൽ ഒരു എർത്തിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എർത്തിങ് നമ്മൾ ഒരു DBയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ എർത്തിങ്ങിന്റെ ഗുണം എന്താണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഡബിൾ എർത്തിങ്ങുമായി അപ്പോൾ ഒരു DB സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് നമ്മുടെ ഫെറൂളിങ്, അതുപോലെ തന്നെ DB ഷെഡ്യൂളിങ്, പിന്നെ നമ്മുടെ ബ്രേക്കർ റേറ്റിംഗ് സെലക്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ എർത്തിങ്, പിന്നെ നമ്മുടെ പ്രോപ്പർ ഡ്രോയിങ്. പ്രോപ്പർ ഡ്രോയിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇൻഡസ്ട്രി ബേസിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ ഡ്രോയിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു 99% ജോലിയും എളുപ്പമാവും എന്ന് പറയാറുണ്ട്. പ്രോപ്പർ ഡ്രോയിങ് ആയിരിക്കണം. അതായത് നമ്മൾ ശരിക്കും ആദ്യം പ്രൈമറി ഡ്രോയിങ് വരയ്ക്കും, അതുപോലെ തന്നെ നമ്മൾ ഫീൽഡിൽ ചെയ്യണമെന്നൊന്നുമില്ല. അതിന് ഒരുപാട് അപ്ഡേഷൻസ് നമ്മൾ ഫീൽഡിൽ ചെയ്യും. ആ ഡ്രോയിങ് എല്ലാം നമ്മൾ നമ്മുടെ ആദ്യം വരച്ച ഡ്രോയിങ്ങിൽ അപ്ഡേറ്റ് ചെയ്ത് ഒരു ഫൈനൽ ഡ്രോയിങ്, നമ്മുടെ വർക്ക് പൂർത്തിയാകുമ്പോൾ ഒരു ഫൈനൽ ഡ്രോയിങ്ങും തയ്യാറാക്കണം. അതും നമ്മൾ ഉറപ്പായിട്ടും കയ്യിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ആ ഫൈനൽ ഡ്രോയിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജോലികളും ഒരു മെയിൻ്റെനൻസ് പോയിന്റ് ഓഫ് വ്യൂ വർഷങ്ങൾക്ക് കഴിഞ്ഞാണെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ വളരെയധികം സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മുടെ സാൻവ മൾട്ടിമീറ്ററിന്റെ ഗീവ് അവേ ചോദ്യമായ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ചോദ്യം ഇതാണ്: ഒരു ട്രാൻസ്ഫോമറിൽ ഹമ്മിങ് സൗണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരം നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റ് ചെയ്യുക. ആ കമന്റ് ചെയ്യേണ്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക. അങ്ങനെ ശരിയായിട്ട് 10 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒരാൾക്കായിരിക്കും നമ്മുടെ സാൻവയുടെ പോക്കറ്റ് മൾട്ടിമീറ്റർ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്